നമസ്തേ. മായ മേനൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുടി കൊഴിഞ്ഞു പോകുന്നതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. മുടിയുടെ 3 ഫേസസ് ആണ്, 3 സ്റ്റേജസ്, അതായത് സൈക്ലിംഗ്. ഓരോ അവസ്ഥയും ഈ 3 സ്റ്റേജ് കഴിയുമ്പോൾ വീണ്ടും ആദ്യത്തെ സ്റ്റേജിലേക്ക് വരും. അപ്പോൾ അങ്ങനെ ഓരോ കാലഘട്ടത്തിലും മുടി കൊഴിഞ്ഞു പോക്കുണ്ടാവും, മുടി വളർച്ചയുണ്ടാവും, മുടി സ്റ്റേബിളായിട്ട് നിൽക്കും. അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ, ഓരോ പ്രശ്നങ്ങൾ കേട്ടോ. അപ്പോൾ ഈ 3 സമയത്തും നമ്മൾ, അതായത് ഒന്ന് ഫസ്റ്റ് ഹെയർ ഗ്രോത്താണ് കേട്ടോ. ഈ ഹെയർ ഗ്രോത്തിൻ്റെ സമയത്ത് നമ്മൾ വേണ്ട പരിചരണം കൊടുക്കുക. ഒരു കൊച്ചു കുട്ടികളെ നോക്കുന്ന പോലത്തെ പരിചരണം വേണം ഈ ബേബി ഹെയറിന്. ഈ ഫസ്റ്റ് സ്റ്റേജിൽ മുടി വളരുന്ന ഫോളിക്കിൾസിൽ നിന്നാണല്ലോ. അപ്പോൾ അത് വികസിച്ച് വരുമ്പോൾ അതിൽ നിന്നാണ് ഹെയർ ഗ്രോത്ത് വരുന്നത്. അപ്പോൾ അതിനാവശ്യമുള്ള, ഇപ്പോൾ ചെടി നടുമ്പോൾ നമ്മൾ വെള്ളം പിന്നെ അതിനുള്ള വളം കൊടുക്കുമല്ലോ, അതുപോലെ നമ്മൾ ഈ ഹെയർ വരാൻ ചാൻസ് ഉള്ള ആ സ്റ്റേജിൽ നമ്മൾ എന്ത് വേണം, ഇതിന് വേണ്ട പാക്കും കാര്യങ്ങളും എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം ചെയ്തു കൊടുക്കണം. അപ്പോൾ അതിന് ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അകത്ത് കഴിക്കുന്ന എന്തൊക്കെ ഫ്രൂട്ട്സാണ്, അതുപോലെ വെജിറ്റബിൾസ് എന്തൊക്കെയാണ്. അപ്പോൾ കേൾക്കാത്തവർക്ക് ഒന്നും കൂടി ബ്രീഫായിട്ട് പറയാം കേട്ടോ. മത്തങ്ങ ഇതിന് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. മത്തങ്ങ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. മത്തങ്ങയിൽ എയും സിയും ഇയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മുടി വളരാനായിട്ടും ഇ ഇതിൻ്റെ സ്കാൽപ്പിലുള്ള സ്കാൽപ്പിൽ ഡാമേജ് ഉണ്ടെങ്കിൽ മുടി വളരില്ല കേട്ടോ. ഇപ്പോൾ താരനൊക്കെ ഉണ്ടെങ്കിൽ ഈ ഫോളിക്കിൾസ് അടഞ്ഞു പോകുമ്പോൾ അതിൽ നിന്ന് ഗ്രോത്ത് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ താരനില്ലാതെയൊക്കെ ശ്രദ്ധിക്കാം നമ്മൾ. അപ്പോൾ വേണ്ട പരിചരണം കൊടുക്കാം മുടിക്ക് കേട്ടോ. ജെല്ലുകൾ പരട്ടാം, അലോവേറ ജെല്ല്, കറ്റാർവാഴ കേട്ടോ, അതുപോലെ ഫ്ലാക്സ് സീഡ് ജെല്ല്, അങ്ങനെ ഒരുപാട് ജെല്ലുണ്ട്. നമുക്ക് ഹൈബിസ്കസ് തേക്കാം. ഇങ്ങനെ നമ്മൾ മുടിക്ക് വേണം, മുടി ശ്രദ്ധിക്കണം എന്ന് തോന്നുവാണെങ്കിൽ തന്നെ കുറേ മാറ്റങ്ങൾ ഉണ്ടാവും കേട്ടോ. അതുപോലെ മുടി ഊരിപ്പോണോ, കഷണ്ടി ആവോ എന്നൊക്കെ പേടിയുണ്ട് ഓരോരുത്തർക്കും. അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ 100 മുടി വരെ നമുക്ക് പോവാം കേട്ടോ. ആ സ്റ്റേജിൽ നമുക്ക് പിന്നെയും വളരും, പക്ഷെ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പരിചരണം കൊടുത്തുകൊണ്ടേയിരിക്കണം കേട്ടോ. ഫസ്റ്റ് സ്റ്റേജിൽ ഹെയർ ഗ്രോത്തിങ്ങിൻ്റെ സ്റ്റേജാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ അകത്തേക്കും തണുപ്പിക്കാൻ വേണ്ടിയിട്ട്, ചൂടാവരുത്, ശരീരം ചൂടാവാതെ നോക്കുക. അപ്പോൾ എങ്ങനെയാണ് തണുപ്പിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സ് കാര്യങ്ങൾ, അപ്പോൾ അത് കഴിക്കുക. ജ്യൂസ് ഉണ്ട്, വെജിറ്റബിൾ ജ്യൂസ് ഉണ്ട്, ഫ്രൂട്ട് ജ്യൂസ് ഉണ്ട്. അപ്പോൾ ക്യാരറ്റ് പോലെയുള്ളത് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. ക്യാരറ്റ് ജ്യൂസ് അടിക്കുമ്പോൾ ക്യാരറ്റിൻ്റെ കൂടെ അല്പം ഇഞ്ചി നീരും, കൂടാതെ ആപ്പിൾ സൈഡർ വിനാഗർ ഉണ്ട്, അതും ഓർഗാനിക്, അതും 1 സ്പൂൺ ഒഴിച്ച് നിങ്ങൾ ഡെയിലി കഴിച്ച് നോക്കൂ. നല്ല മാറ്റം ഉണ്ടാകും കേട്ടോ. ഇത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് മുടിക്ക്. അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഇതുപോലെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഹെയർ ഗ്രോത്ത് ആ സമയത്താണ്, ഹെയർ ഗ്രോത്ത് ചെയ്യുന്ന സമയത്താണ് പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടാവുക. നമുക്ക് കളറ്, നമ്മുടെ മുടിക്ക് വേണ്ട കളറും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് വേണ്ട എന്താണോ അത് നമ്മൾ ചെയ്യാം. കുറേ കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്ത സ്റ്റേജിലാണ് ഈ ഫോളിക്കിൾസ് ഷ്രിങ്ക് ചെയ്യാന്ന് പറയും, ചുരുങ്ങി വരുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജിലാണ് എന്ത് സംഭവിക്കുന്നത്, മുടി വളരാതെ ഇരിക്കും കേട്ടോ. അതിൻ്റെ ഗ്രോത്ത് സ്ലോ ഡൗൺ ആയിരിക്കും. വളരും, പക്ഷേ ഫസ്റ്റ് സ്റ്റേജിലെ പോലെ ആവില്ല, സ്ലോ ഡൗൺ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ആ സമയത്തും ഫസ്റ്റ് സ്റ്റെപ്പിൽ ഈ 3 സ്റ്റേജിൽ നമ്മൾ ഒരേപോലത്തെ ഫുഡ് കാര്യങ്ങൾ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഈ സെക്കൻഡ് സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ മുടിക്ക് വേണ്ട ഓയിലിങ് കൊടുക്കുക, ജെല്ലുകൾ കൊടുക്കുക, പാക്ക് ഇട്ട് കൊടുക്കുക, ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. സ്ലോ ഡൗൺ ആയിരിക്കും കേട്ടോ. അപ്പോഴാണ് ഈ മുടി കുറച്ചൊക്കെ ഊരിപ്പോവുക എന്ന് പറയുന്നുണ്ടല്ലോ, ആ സ്റ്റേജിലായിരിക്കും. 3ാമത്തെ സ്റ്റേജിൽ ഫോളിക്കിൾസ് നിശ്ചലമായിട്ടിരിക്കും കേട്ടോ. അത് അതിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയും നമ്മൾ, അല്ലേ, ആക്റ്റീവ് ആയിരിക്കില്ല ഫോളിക്കിൾസ്. അപ്പോൾ ഉള്ള മുടി തന്നെ നമുക്ക് കൊഴിഞ്ഞു പോകുന്നതായിട്ട് തോന്നാം
ഒരുപാട് മുടി കൊഴിഞ്ഞു പോകണം, 100 മുടി വരെ കൊഴിഞ്ഞു പോകണമെന്ന് പറയും. അപ്പോൾ കൊഴിഞ്ഞു നമ്മൾ എന്താ ചെയ്യുക, അതിന് വിഷമിക്കേണ്ട കേട്ടോ. നമ്മൾ ഇതുപോലെയുള്ള പരിചരണങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക. ഇത് കഴിഞ്ഞിട്ട് ഈ 3നും ഫസ്റ്റ് സ്റ്റേജിനും ഇടയ്ക്കൊരു സ്റ്റേജ് വരുന്നുണ്ട്, 4ാമത്തെ സ്റ്റേജ് എന്ന് പറയും. പക്ഷേ ഈ 3ാമത്തെ സ്റ്റേജ് കഴിയുമ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റേജിലേക്ക് തിരിച്ചു വരും. അത് ഈ ഹെയർ ഗ്രോത്തിങ്ങിൻ്റെ സ്റ്റേജ് ആയിരിക്കും കേട്ടോ. ഈ 3ാമത്തേത് ഷെഡിങ് എന്ന് പറയും. കാരണം നമ്മൾ ഈ മുടി മുഴുവനും കൊഴിഞ്ഞു പോണ ഒരു ഫീലിംഗ് നമുക്ക് തോന്നും. അയ്യോ മുടിയെല്ലാം പോയല്ലോ ഞാൻ കഷണ്ടിയാവും. അങ്ങനെ ഒരുപാട് പേര് എന്നോട് ഡൗട്ട്സൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. നിങ്ങളൊന്നും വിഷമിക്കണ്ട. നിങ്ങൾ വേറെ അസുഖങ്ങളൊന്നുമില്ല എങ്കിൽ, ഇപ്പോൾ തൈറോയിഡ്, അതുപോലെ വെള്ളപ്പൊക്കം എന്ന് പറയും അത്, പിന്നെ യൂറിനറി ഇൻഫെക്ഷൻ, പിന്നെ ഇന്നർ പൈൽസ് ഉണ്ടാവും. പുറമേയുള്ള പൈൽസ് കൂടാതെ ഇന്നർ പൈൽസ് ഉണ്ടാവും. അത് ചിലപ്പോൾ പ്രത്യക്ഷത്തിൽ കാണണമെന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള വിറ്റാമിൻ ഡിയുടെ കുറവുണ്ടാവാം. അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു ഡോക്ടറെ കണ്ടിട്ട് എന്തെങ്കിലും ഈ ബ്ലഡ് ടെസ്റ്റോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലും ഇതുപോലെയുള്ള അസുഖങ്ങളുണ്ടോ എന്ന് നോക്കാം. ആ അസുഖങ്ങളുണ്ടെങ്കിൽ നമ്മൾ തലമുടിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും നമുക്കത് കാണില്ല, ഗുണത്തിൽ കാണില്ല. അപ്പോൾ ആദ്യം ഇതുപോലെയുള്ള വല്ല അസുഖങ്ങളുണ്ടോ എന്ന് നോക്കിയിട്ട് ഉറപ്പ് വരുത്തുക നിങ്ങൾ കേട്ടോ. ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് മെഡിസിൻ കഴിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുഡ് റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കാം. ജ്യൂസുകൾ കഴിച്ചുകൊണ്ടിരിക്കാം കേട്ടോ. നമ്മൾ എന്നും മുടി കെയർ ചെയ്യണം. മുടി കെയർ ചെയ്യാതിരുന്നാൽ പിന്നെ മുടി തന്നെ വിചാരിക്കും ഞാൻ ആർക്ക് വേണ്ടിയാണ് വളരണേ അല്ലേ. അപ്പം നമ്മളതിനെ ഇഷ്ടപ്പെടാൻ സ്നേഹിക്കുക. മോട്ടിവേഷൻ കൂടിയാണിത് കേട്ടോ. മുടി എന്നും എല്ലാ ദിവസവും നമ്മൾ മുടി ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക. മുടിക്കും ജീവനുണ്ടെന്നാണല്ലോ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് സങ്കടപ്പെടുന്ന, മുടി ഒരുപ്പണമുണ്ട് അല്ലേ. അപ്പോൾ ഇതേ സങ്കടം മുടിക്കുണ്ടാവും ഇല്ലേ, എന്നെ കെയർ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണ്ടേ, ഡെയിലി മുടിയെ കെയർ ചെയ്തുകൊണ്ടിരുന്നോളൂ. നിങ്ങൾക്ക് ആ വ്യത്യാസം അറിയാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, ഒരു ആഴ്ച നിങ്ങൾ മുടി വൈകുന്നേരം മുടി വിടുത്തി ഒന്ന് കെട്ടി വെച്ച് നോക്കൂ. വേണ്ട ജെല്ലുകൾ, ഈ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന ജെല്ലുകൾ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ ജെല്ലുകൾ പുരട്ടുക. നെക്സ്റ്റ് ഡേ വേറെ. നിങ്ങളിതിപ്പം നീർപ്പിടുത്തമൊന്നും ഇല്ലാത്തവർക്ക് ഈവനിങ് ടൈമിൽ മുടി വെടുത്തുന്ന സമയത്ത് ജെല്ല് അല്പം പുരട്ടാം കേട്ടോ. അല്ലാത്ത സമയത്ത് രാവിലെ എണീറ്റ് ഇതൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട്, നല്ല നീർക്കെട്ട് പ്രശ്നമുണ്ട്, എനിക്ക് ഒട്ടും തണുപ്പ് പറ്റുന്നില്ല എങ്കിൽ ഇതുപോലെയുള്ളത് കുളിക്കുന്ന സമയത്തൊന്ന് തേച്ചിട്ട് വെള്ളം ഒഴിച്ച് കഴുകിക്കളഞ്ഞോളൂ. അങ്ങനെ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അവർക്ക് തലയിൽ തേച്ച് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ രാസനാദിപ്പൊടി കുളിക്കുന്നതിന് മുമ്പും തേക്കുക, കുളി കഴിഞ്ഞിട്ടും തേക്കാം. അപ്പോൾ കുളിക്കാൻ പോകുമ്പോൾ ഈ പറയുന്ന ടിപ്സൊക്കെ അപ്പം തന്നെ ഉപയോഗിക്കാം കേട്ടോ. ഉലുവ പോലെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഉലുവ അരച്ച് തേക്കാൻ സമയമില്ലെങ്കിൽ തലേ ദിവസം വെള്ളത്തിലിട്ട് വയ്ക്കാം. എന്നിട്ട് അത് ഞരടി പിഴിഞ്ഞ് പിറ്റേ ദിവസം എടുത്തിട്ട് ആ വെള്ളം മാത്രം തലയിൽ തേച്ചിട്ട് നിങ്ങൾ കുളിക്കാൻ നേരത്ത് വെള്ളം ഒഴിച്ച് കളഞ്ഞോളൂ. അപ്പോൾ നിൽക്കുന്ന പ്രശ്നമില്ലല്ലോ, തലയിൽ തണുപ്പ് നിൽക്കുന്ന പ്രശ്നമില്ല കേട്ടോ. ഈ തലയ്ക്ക് തണുപ്പ് പറ്റാത്തവർ തീർച്ചയായിട്ടും രാസനാദിപ്പൊടി ഉപയോഗിക്കണം കേട്ടോ. കുളിക്കുന്നതിന് മുമ്പും കുളി കഴിഞ്ഞിട്ടും ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ ഈ മഞ്ഞുകാലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ, വീടിൻ്റെ അകത്തുനിന്ന് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് നല്ല മഞ്ഞ് വീഴ്ച ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ അല്പം രാസനാദിപ്പൊടി നിറയെ തിരുമ്മിയിട്ട് പുറത്തേക്ക് ഇറങ്ങിക്കോളൂ, പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റും സെക്കൻഡും തേർഡും സ്റ്റേജ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വീണ്ടും ഫസ്റ്റ് സ്റ്റേജിലേക്കാവും കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ മുടി കൊഴിച്ചിലൊന്നും നോക്കണ്ട. നിങ്ങൾ മുടി ബേബി ഹെയർ വരുന്നുണ്ട് നിങ്ങൾക്ക്. ഓരോരുത്തരുടെയും മുടി തലയിൽ നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു മുടികൾ വരുന്നതായിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഒട്ടും വിഷമിക്കേണ്ട, മുടിയില്ല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മുടി ഉണ്ടാവും കേട്ടോ. നമ്മളൊന്ന് കെയർ ചെയ്താൽ മതി. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നാളെ കാണാം. എല്ലാവർക്കും നന്ദി.